ഹോസ്റ്റേജസിനെ ഡെഡായിട്ടോ ജീവനോടുകൂടിയോ അല്ലാതെയോ നിങ്ങൾ തിരിച്ചേൽപ്പിക്കും? അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന റോളുകളിലൊന്നും ഹമാസിന് എന്തായാലും റോളില്ല എന്ന് തീർത്തു പറഞ്ഞു. അവിടെ ആരാണ് ഇത് ഒപ്പിടുന്നത്? ആരുമായിട്ടാണ് ഈ കരാർ ഒപ്പിടുന്നത്? ഇത് ആരാണ് നടപ്പിലാക്കാൻ പോകുന്നത്? പിന്നെ അടുത്ത ദിവസം അവിടെ ആരാണ് ഭരിക്കാൻ പോകുന്നത്? അപ്പൊ ഈ വെസ്റ്റ് ബാങ്ക് വളരെ ഇതിനേക്കാളും ഗാസയെക്കാളും വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ പാലസ്തീൻകാർ തന്നെ ലീഡർഷിപ്പ് കൊടുക്കുന്ന ഫത്ത എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് ഭരിക്കുന്നത്. ഹമാസ് ഇസ്രായേലിനെ പോലെ പവർഫുൾ ആണ് ഹമാസ്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള യുദ്ധത്തിൽ ഹമാസിനെ തോപ്പിക്കാൻ പറ്റിയാൽ ആരും തോക്കിയല്ല ഞങ്ങൾ. നമസ്കാരം. വാക്കി ടോക്കി എന്ന ഈ പരിപാടി ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് അല്ല. ന്യൂസിനെ കുറിച്ച് കറണ്ടായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും അതിനെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ന്യൂസ് അനാലിസിസ് ആണ്. ന്യൂസ് അനാലിസിസ് എന്ന് പറയുന്ന പോലെ തന്നെ വ്യൂസ് അനാലിസിസ് ആണ്. അപ്പോൾ അതായത് സമയത്ത് നടക്കുന്ന, വിദേശത്ത് നടക്കുന്ന, പ്രത്യേകിച്ച് അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും വിദേശത്ത് യൂറോപ്പിലും ഒക്കെ നടക്കുന്ന പ്രവാസികളായിട്ടുള്ള NRI ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിക്കുന്ന, അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും അവരുടെ സ്വന്തം നാട്ടിൽ ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും ഒരു വരുന്ന റിപ്പോർട്ടുകളെ അധികരിച്ച് പ്രവാസികളായിട്ടുള്ള, കൂടുതലും വിദേശത്ത് താമസിക്കുന്ന, സ്ഥിരതാമസമാക്കിയിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ഒരു അപഗ്രഥനമാണ് ഞങ്ങൾ ഈ വാക്കി ടോക്കി എന്നുള്ള ഈ പരിപാടിയിൽ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഇങ്ങനെയുള്ള പരിപാടികൾ കാണാനായിട്ട് ഞങ്ങൾ ഗ്ലോബൽ റിപ്പോർട്ടർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു. വാക്കി ടോക്കിയുടെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും UN-ന്റെ ഒരു സമ്മേളനം കഴിഞ്ഞിട്ട് എല്ലാ ആൾക്കാരും വൈറ്റ് ഹൗസിൽ വന്ന് നമ്മുടെ പ്രസിഡന്റ് ട്രംപുമായിട്ട് നിരവധി മീറ്റിങ്ങുകൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്താണ് ഇന്നിപ്പോൾ ഇസ്രായേലും അമേരിക്കയും, ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രൈം മിനിസ്റ്ററും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള ഒരു പത്രസമ്മേളനം. അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു എന്താണ് ഞങ്ങളുടെ പ്ലാൻ, ഞങ്ങൾ ഇനി എന്താണ്. അദ്ദേഹം UN-ലും കൃത്യമായിട്ട് പ്രഖ്യാപിച്ചു. കാരണം UN-ലെ കൂക്കുവിളികൾക്കിടയ്ക്കും ബഹിഷ്കരണത്തിനിടയ്ക്കും നെതന്യാഹുവിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഞങ്ങളുടെ ഹോസ്റ്റേജസിനെ ഡെഡായിട്ടോ ജീവനോടുകൂടിയോ അല്ലാതെയോ നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം. അതുപോലെ ഹമാസിനെ അവരെ ഡിസാം ചെയ്യണം. അങ്ങനെ ഒരു 5 പരിപാടികൾ. അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഹമാസിന് അവിടെ ഒരു റോളും പാലസ്തീനിൽ ഉണ്ടാവുകയില്ല. അത് ഞങ്ങൾ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമായിരിക്കും അതിന് സെക്യൂരിറ്റി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ, അതുപോലും അവരൊരു ഗാസ സിവിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേഷനാണ് ഇനി ഗാസയിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇന്ന് വളരെ അസന്നിഗ്ധമായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത്. അതിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ്, കാരണം ഇസ്രായേലിന് നൽകുന്ന ലോകത്ത് എല്ലായിടത്തും എന്തൊക്കെ എതിർപ്പുകൾ വരുന്നാലും അമേരിക്ക വളരെ ശക്തമായിട്ട് ഇസ്രായേലിന്റെ കൂടെ നിൽപ്പുണ്ട്. ഇസ്രായേലിനെ ഈ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പ്രസിഡന്റ് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാം. ഇന്ന് ഈ ഒരു പ്രസ് മീറ്റ് വിൽസൺ ചേട്ടൻ കണ്ടിരുന്നോ? നിങ്ങൾ രണ്ടുപേരും കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? കണ്ടിരുന്നു. ജിൻസ്മോൻ പറഞ്ഞ പോലെ തന്നെ അന്തിമ തീരുമാനം ഇസ്രായേലിന്റെ, അതായത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ അൾട്ടിമേറ്റ് സെക്യൂരിറ്റി ഇസ്രായേലിന്റെ കൺട്രോളിലാക്കിക്കൊണ്ടുള്ള ബാക്കിയുള്ള അടുത്ത രാജ്യങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെല്ലാം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ബോർഡായിരിക്കും ഈ വിഷൻ അനുസരിച്ച് ഗാസ സ്ട്രിപ്പിനെ ഇനി തുടങ്ങി ഭരിക്കുക. പക്ഷെ ഇതിൽ ഹമാസ് സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു പോയിന്റാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഹമാസ് സൈൻ ചെയ്താലും ഇല്ലെങ്കിലും ഹമാസിന് റോൾ ഇല്ലാത്ത ഒരു പ്രസ്ഥാനമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ തിരിച്ചു കൊടുക്കാനുള്ള ഹോസ്റ്റേജസിനെ തിരിച്ചു കൊടുത്താൽ ഇതിന്റെ ഈ ബോർഡിൽ ഒരു സീറ്റ് ഹമാസിന് കിട്ടുമായിരിക്കാം. പക്ഷെ അതല്ലാതെ ഈ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന റോളുകളിലൊന്നും ഹമാസിന് എന്തായാലും റോളില്ല എന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു സാധാരണ മനുഷ്യസ്നേഹികൾ എന്നുള്ള നിലയ്ക്ക് ഇതിനെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കഴിഞ്ഞ 40-50 കൊല്ലമായിട്ട് നമ്മളുടെ മനുഷ്യ സഹോദരങ്ങൾ യാതൊരു രീതിയിലുള്ള എക്സ്പ്ലനേഷനും അർഹിക്കാത്ത രീതിയിൽ 2-3 ജനറേഷൻ ആൾക്കാര് അവരുടെ പൊട്ടൻഷ്യൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ പോയ ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്തായാലും മിക്കവാറും വാറുകളെല്ലാം തുടങ്ങുന്നത്
ഇസ്രയേലിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ആൾക്കാരായിരിക്കാം. പക്ഷെ ഫൈനലി വാർ ഫിനിഷ് ചെയ്യുന്നത് ഇസ്രയേലാണ്. ആ ഓരോ സ്റ്റേജിലും ഇസ്രയേൽ മോർ ആൻഡ് മോർ ലാൻഡ് അക്കുമുലേറ്റ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോ ഈ ഒരു ടെററിസ്റ്റ് അപ്രോച്ചിൽ കൂടി, ഒരു ഫനാറ്റിക് അപ്രോച്ചിൽ കൂടി, ഒരു ഇസ്ലാമൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് രാജ്യമായിട്ട് ഹമാസ് മാറണം, അല്ലെങ്കിൽ ആ ഏരിയ മാറണം, ഇസ്രയേലിനെ കംപ്ലീറ്റ് ആയിട്ട് തൂത്തെറിയണം, പാലസ്റ്റൈൻ ഫ്രം സീ ടു സീ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇനി യാതൊരു രീതിയിലും ടോളറേറ്റ് ചെയ്യില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു സംയുക്ത പത്രപ്രസ്താവനയാണ് ഇന്ന് ട്രംപും ബെന്യാമിൻ നെതന്യാഹുവും കൂടി നടത്തിയിരിക്കുന്നത്. ട്രംപിനോട് കഴിഞ്ഞ ദിവസം പത്ര റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് ഞാൻ കണ്ടു, ഗാസയെ ഇസ്രയേലിന്റെ കൂടെ കംപ്ലീറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ, ഇസ്രയേലിന്റെ പാർട്ടാക്കി മാറ്റാൻ ഞാൻ അലൗ ചെയ്യില്ല എന്ന് ട്രംപ് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ ട്രംപിന്റെ കാര്യങ്ങളെല്ലാം, പുള്ളി പറയുന്നതെല്ലാം വളരെ ക്ലിയർ ആണ്. ട്രംപിന്റെ ലക്ഷ്യം സമാധാനമാണ്, മരണങ്ങൾ അവസാനിക്കലാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇസ്രയേലിനെ മുഴുവൻ വില കൊടുത്തും, ഇസ്രയേലിന്റെ പുറകിൽ എന്ത് വില കൊടുത്തും നിൽക്കുമെന്നും അദ്ദേഹം ഉറപ്പ് പറയുന്നു. അപ്പം നെതന്യാഹുവിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന സ്ട്രോങ് വാർണിംഗ്, ഇനി അനക്സേഷൻ ഒരു ഓപ്ഷനേ അല്ല. ഗാസ ഹാസ് ടു റിമെയിൻ സെപ്പറേറ്റ്, ബട്ട് അണ്ടർ ദ ബോർഡ്, അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ബോർഡ് ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ മോസ്റ്റ്ലി മുസ്ലിം കൺട്രീസ് ഇൻ ദ റീജിയൻ ആൻഡ് ഇസ്രയേൽ ആൻഡ് അമേരിക്ക. ആൻഡ് അമേരിക്കൻ പ്രസിഡന്റ് വിൽ ബി ദ ചെയർമാൻ ഓഫ് ദ ബോർഡ്. ഈ ഒരു സൊല്യൂഷനാണ് ഞാൻ നോക്കിയിട്ട് ഒരു കോമൺ സെൻസിക്കലായിട്ട് ചിന്തിക്കുന്ന ആർക്കും ജാതി മത ഭേദമന്യേ, റേസ് പരിഗണനകളില്ലാതെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ. ബിക്കോസ് അതല്ലെങ്കിൽ ഇനിയും ഈ പാലസ്തീൻ എന്ന് വിളിക്കുന്ന ഈ ഗാസ സ്ട്രിപ്പിൽ ജനിച്ചു വീഴുന്ന കുട്ടികൾ ഇനിയും അടുത്ത ഒരു ജനറേഷനും കൂടി ലോസ് ആവുന്നതിന് മുമ്പ് ഇനിയും അവർ പൂർണ്ണമായിട്ടും ഒരു അവഹേളിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവരുടെ നാട്ടിൽ പോലും ആർക്കും അവരോട്, ഇപ്പൊ മുസ്ലിംസിനും അവരോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹമൊന്നുമില്ല. ബിക്കോസ് ഓഫ് ദ റെവല്യൂഷൻ, ബിക്കോസ് ഓഫ് ദി ഹമാസ് വ്യൂ പോയിന്റ്. പ്രൈം മിനിസ്റ്റർ നെതന്യാഹു ഇന്ന് ഖത്തറിന്റെ പ്രൈം മിനിസ്റ്ററിനോട് അപ്പോളജി പോലെ സംസാരിച്ചു. നിങ്ങളെയല്ല ഞങ്ങൾ അറ്റാക്ക് ചെയ്തത്, നിങ്ങളുടെ സോവറിറ്റിയിൽ കയറി ആക്രമിച്ചതിൽ ഖേദമുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു ഗെറ്റ് അവർ എനിമീസ്. ഞങ്ങളുടെ ലാൻഡ് ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന, ഞങ്ങളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, ഞങ്ങളുടെ ജനതയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കളെ അത് ഏത് നാട്ടിലായാലും അതെവിടെയായാലും ഞങ്ങൾ ആക്രമിച്ചിരിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ സോവറിറ്റിയിൽ കൈകടത്താൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അപ്പൊ ഇത് തീർച്ചയായിട്ടും വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. പേഴ്സണലായിട്ട് എനിക്കത് വളരെ നല്ലൊരു സൊല്യൂഷനായിട്ടാണ് തോന്നുന്നത്. എല്ലാ സൈഡിന്റെയും എല്ലാ ഇൻട്രസ്റ്റുകളെയും ടേക്ക് കെയർ ചെയ്യുന്ന, സാമ്പത്തികമായിട്ട് ഈ ഗാസ സ്ട്രിപ്പിന് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ ആവശ്യമായിട്ട് വരുന്ന സകല സഹായങ്ങളും ചെയ്യാൻ സാധിക്കുന്ന എല്ലാ രാജ്യങ്ങളും അതിന്റെ പുറകിലുണ്ട്. US ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, UAE ഉണ്ട്, ഖത്തറുണ്ട്, അമേരിക്ക ഉണ്ട്, ഇസ്രയേൽ ഉണ്ട്. അപ്പൊ ഇത് തീർത്തും നമ്മൾ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർത്തും നമ്മുടെ കേരളത്തിലേക്ക് മലബാറിൽ നിന്നൊക്കെയുള്ള ഈ ഹമാസിനെ ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു നമ്മൾ കേൾക്കുന്ന ആ ഒരു മോഡ് അത് മാറി റിയലിസ്റ്റിക് ആയിട്ട് ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് എന്താണോ ഇത്ര നാളും നഷ്ടമായത് അത് ലഭിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി ഈ ഒരു സൊല്യൂഷനോട് എല്ലാവരും അടുത്തു നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം. ഈ ഗാസയിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ഇപ്പം പ്രസിഡന്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നടത്തിയ ഒരു ചർച്ചയാണെങ്കിൽ കൂടിയും ഇസ്രായേലിന്റെ ഒരു തീരുമാനം, അത് ഇസ്രായേൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും വളരെ ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു രീതി എന്ന് തോന്നുന്നു. കാരണം അതിനകത്ത് ഇപ്പം പ്രസിഡന്റ് ട്രംപ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കുറച്ച് പ്രപ്പോസൽ വെച്ചിട്ടുണ്ടെങ്കിലും, കാരണം ഇസ്രായേൽ നേരത്തെ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നയപരിപാടികളാണ്, നിങ്ങൾ ഇനിയൊരു ചർച്ചയില്ല, ഇനി നമ്മളൊരു വെടിനിർത്തലില്ല, ഇനി നിങ്ങൾ ഞങ്ങളുടെ ഹോസ്റ്റേജ് ജീവനോടെ ഉണ്ടെങ്കിലും മരിച്ചിട്ടാണേലും അവരെ ഞങ്ങൾ തിരിച്ചേൽപ്പിക്കുക, ഇനി അവിടെ ആ ഗാസ എന്ന് പറയുന്ന ആ ഒരു സ്ട്രിപ്പ്, അല്ലെ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റൻസ് അവരിനി തിരിച്ചു നൽകാനുള്ള ഒരു പരിപാടിയും ഇനി ഇസ്രായേലിനില്ല. അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അത് മുഴുവൻ, അവിടുത്തെ സെക്യൂരിറ്റി മുഴുവൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ഇസ്രായേലായിരിക്കും. അതുപോലെ തന്നെ പ്രസിഡന്റ് ട്രംപ് പ്രത്യേകിച്ച് അത് പറഞ്ഞു. കാരണം ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു കൗൺസിൽ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ടോണി ബ്ലെയറിന് നേതൃത്വത്തിലായിരിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന്റെ പേരൊക്കെ വളരെ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു. അങ്ങനെ ശരിക്കും പ്രസിഡന്റിന് കുറെ പ്ലാനുകൾ ഉണ്ടെങ്കിലും, അമേരിക്കയ്ക്ക് കുറെ പ്ലാനുകൾ ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ ഇത് എൻ്റെ മാത്രം തീരുമാനമാണ്, എന്നെ പോലെ ഈ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത മറ്റൊരു പ്രസിഡന്റ് അമേരിക്കയിലില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. കാരണം പക്ഷെ അമേരിക്കയുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു നയത്തിൽ
അദ്ദേഹം മാത്രമല്ല, കാരണം മറ്റു പ്രസിഡന്റുമാരും ഇസ്രായേലിനെ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റീനെ വളരെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതല്ലാതെ വേറൊരു തീരുമാനമൊന്നുമില്ല. അപ്പൊ ഇത് അങ്ങനെയുള്ള ചില അവകാശവാദങ്ങൾ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ തീരുമാനത്തെ ബ്ലൈൻഡായിട്ട് അമേരിക്ക സപ്പോർട്ട് ചെയ്യുകയല്ലേ ചെയ്യണേ? ടീഷ എന്ത് പറയുന്നു? ഇതിപ്പോ ഇപ്പോ വിൻസൻ പറഞ്ഞതുപോലെ ഇത് പ്രശംസനീയമായ ഒരു തുടക്കമാണ്. ഞാൻ തുടക്കം എന്നേ പറയുന്നുള്ളൂ. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല ആരും. ഇത് തീരുമാനം എടുക്കുകയാണെങ്കിലും ആര് സൈൻ ചെയ്യും, ആരുമായിട്ട് ഇത് പിന്നെ ഈ ഒത്തുതീർപ്പ് കരാർ ആരുമായിട്ടാണ് ഇത് സൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ ബന്ദികളെ വേഗത്തിൽ പുറത്താക്കിക്കുന്നു, വെടിനിർത്തൽ തീരുമാനം ഉണ്ടാകുന്നു, ഭരണത്തിന് പുറത്തേക്ക് ഹമാസിനെ കൊണ്ടുവരുന്നു. അപ്പൊ ചോദ്യം നമുക്ക് അവിടെ ഉയരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അവിടെ ആരാണ് ഇത് ഒപ്പിടുന്നത്, ആരുമായിട്ടാണ് ഈ കരാർ ഒപ്പിടുന്നത്, ഇത് ആരാണ് നടപ്പിലാക്കാൻ പോകുന്നത്, പിന്നെ അടുത്ത ദിവസം അവിടെ ആരാണ് ഭരിക്കാൻ പോകുന്നത്? ഇത് ഇപ്പോ 72 മണിക്കൂർ കൊണ്ട് ഇതൊക്കെ സംവിധാനം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയത്തില്ല ഇതിന്റെ പിന്നിൽ ഇനി ഈ ഒരു 21 20 പിന്നെ ഈ പോയിന്റ്സുകൾക്ക് പിന്നിൽ എന്തൊക്കെ ബാക്കി അവര് കൊണ്ടുവന്നിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇത് കൂടാതെ ഇപ്പോ വിൻസിൻ പറഞ്ഞതുപോലെ തന്നെ 3 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ദോഹ ഖത്തറും പിന്നെന്താ അതുപോലെയുള്ള അതിനോടനുബന്ധിച്ചുള്ള 3 രാജ്യങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു ടൈപ്പ് ആയിട്ടുള്ള ഒരു ഇതാണ് അവര് തീരുമാനം എടുത്തിരിക്കുന്നത്. അവരാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടതെന്ന് തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതിനു മുൻപ് തന്നെ ഈ UN-ന്റെ ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാ ഇസ്ലാമിക നേതാക്കളുമായിട്ട് മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഈ തീരുമാനങ്ങളോടൊക്കെ സമ്മതം പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ മൊത്തത്തിൽ ഹമാസിനെ എന്താ പറയാ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്തുക, അവരുടെ സൈനിക ശക്തിയെ ഇല്ലാതാക്കുക, ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ അതിനെ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. പക്ഷെ അപ്പോഴും നമുക്ക് ഒത്തിരി അധികം ചോദ്യങ്ങളുണ്ട്. ഇത് എത്ര നാളുകൊണ്ട് ഇത് ചെയ്യും, ആരുമായിട്ട് ഇത് ചെയ്യും, എന്നിട്ട് അവിടെ ആരെ കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും, ഇങ്ങനെ ഒരു 21 പരിപാടി, ഒരു 21 എന്താ പറയാ ഒരു പോയിന്റ്സോടുകൂടെ വന്നിരിക്കുന്നതും ഒക്കെ അതുകൊണ്ടായിരിക്കാം. അതിനെ അംഗീകരിച്ചതും നെതന്യാഹു അതിനെ അംഗീകരിക്കുന്നു എന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ പ്ലാൻ ടേൺസ് വെരി ഗുഡ്, ദെൻ അത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ട് ബന്ദികളെ മോചിപ്പിക്കുക, തോക്ക് താഴെയിടുക, സാധാരണക്കാരെ സംരക്ഷിക്കുക, പിന്നെ ഒരു ഇടക്കാല അധികാരി അവിടെ എല്ലാവർക്കും ബോത്ത് സൈഡ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇടക്കാല അധികാരി അവിടെ ഭരണം നടത്തുക. ഇതൊക്കെ യഥാർത്ഥമാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എന്താ പറയാ അവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് നമുക്ക് എന്താ പറയാ ഇത് എല്ലാം ഒരു ഗിമ്മിക്കായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പുറത്തുനിന്ന് കാണുന്ന ജനങ്ങൾക്ക് തോന്നും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് വീണ്ടും ഒരു യുദ്ധത്തിന്റെ വേറൊരു ഇതിലേക്ക് പോകുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെയുള്ള പാവപ്പെട്ട പിള്ളേരുടെ പ്രശ്നങ്ങൾക്കായിരിക്കും. നമ്മൾ അപ്പോഴും അറ്റ് ദ സെയിം ടൈം നമ്മൾ മറക്കുന്നില്ല ആ 1200 പേരുടെ ജീവത്യാഗവും ഈ പിടിച്ചിട്ട് പോയ ഇത്രയും പേരെ പിടിച്ചിട്ട് പോയ ഈ ഹോം സ്റ്റേജേഴ്സിന്റെ അതൊന്നും നമ്മൾ മറക്കുന്നില്ല. അത് ചെയ്യാൻ പാടില്ലാത്തത് തന്നെയായിരുന്നു. പക്ഷെ എത്രയും പെട്ടെന്ന് അവിടെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് ലോകത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതെങ്ങനെ സാധ്യമാകുമെന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾക്കിടയിൽ ഇങ്ങനെ ഒരു 2 നേതാക്കൾ തമ്മിലുള്ള പ്രസ് മീറ്റും അതിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഈ ഒരു 21 പിന്നെ പോയിന്റ്സും വളരെ ശ്ലാഘനീയമായ ഒന്ന് തന്നെയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും എന്തായാലും നമ്മൾക്ക് പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേനും ഒത്തിരിയധികം നമ്മൾ ന്യൂസുകൾ വായിക്കുമ്പോഴും വൈറ്റ് ഹൗസിന്റെ ന്യൂസ് ആയാലും ഇസ്രായേലിന്റെ ന്യൂസ് സെന്ററുകളിൽ നിന്ന് വരുന്ന ന്യൂസുകളായാലും വെളിയിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ ന്യൂസുകൾ വായിക്കുമ്പോഴും നമുക്ക് തോന്നുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെളിയിൽ നിന്നുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഒരു 3 രാഷ്ട്രങ്ങളെ എടുത്തുകൊണ്ടും പിന്നെ നമ്മളുടെ ഇവിടെ നിന്നുള്ള പിന്നെ സമാധാന അതോറിറ്റിയെ ഇത് ചെയ്യുന്ന അവരെയും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ടീമിനെ എടുത്ത് അവരുടെ നേതൃത്വത്തിലായിരിക്കാം ഇതൊക്കെ നടക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നത്.
ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റും കൂടി ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഐ ഡോണ്ട് നോ, അറിയാമായിരിക്കും, നമ്മുടെ ഈ വെസ്റ്റ് ബാങ്കും ഈ ഗാസ സ്ട്രിപ്പും കൂടിയതായിരുന്നു പണ്ട് നമ്മള് യാസ്ർ അറഫത്ത് ഒക്കെ ഇന്ത്യയിൽ വന്ന് ഇന്ദിരാഗാന്ധിയായിട്ടൊക്കെ നെഗോഷിയേറ്റ് ചെയ്യുമ്പോഴുള്ള പാലസ്റ്റൈൻ. പക്ഷെ ഈ വെസ്റ്റ് ബാങ്ക് ഇപ്പൊ ഭരിക്കുന്നത് ഫത്ത എന്ന് പറയുന്ന പാലസ്തീനിയൻ ഓർഗനൈസേഷനാണ്. ഗാസ ഭരിക്കുന്നത് ഹമാസും. ഈ ഹമാസ് ഈ പാലസ്തീനിയൻ ഓർഗനൈസേഷനെ പുറത്താക്കിയിട്ടാണ് ഈ ഗാസയിൽ ഭരണം പിടിച്ചെടുത്തത്. അങ്ങനെയാണ് ഒരു ഇലക്ഷനിൽ ജയിക്കുന്നത്. അപ്പൊ ഈ വെസ്റ്റ് ബാങ്ക് വളരെ ഇതിനേക്കാളും ഗാസയെക്കാളും വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ പാലസ്തീൻകാർ തന്നെ ലീഡർഷിപ്പ് കൊടുക്കുന്ന ഫത്ത എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് ഭരിക്കുന്നത്. അവർക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഇസ്രായേലാണ്. അവർക്ക് ഇസ്രായേലിൽ പോയി വർക്ക് ചെയ്യാനുള്ള പെർമിറ്റും ഉണ്ട്. പലരും ഇസ്രായേലിൻ്റെ ഉള്ളിൽ പോയി വർക്ക് ചെയ്യുന്നുണ്ട്, ഈവൻ വെസ്റ്റ് ബാങ്കിൽ. ആൻഡ് വെസ്റ്റ് ബാങ്ക് ഈസ് എ മച്ച് ലാർജർ ഏരിയ, ആൻഡ് വെസ്റ്റ് ബാങ്ക് ഈസ് എ more populous area, even though it is overall thickly populated അല്ല. വലിയ ഏരിയയിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് പോപ്പുലേഷൻ ആണെങ്കിലും ഈ ഗാസയേക്കാൾ കൂടുതൽ ആൾക്കാരോടെ ഉണ്ട്. അപ്പം എല്ലാം കൊണ്ടും ഇതിനൊരു പാരലൽ ഓൾറെഡി ഉണ്ട്. അവിടെ ഒരു പാലസ്തീൻ ഓർഗനൈസേഷനാണ് ഭരിക്കുന്നത്, ഫത്ത എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ ഈ ഒരു ന്യൂ ബോർഡ് ആയിരിക്കും ഭരിക്കാൻ പോകുന്നത്. പക്ഷേ ഹമാസ് വിത്ത് ഇറ്റ്സ് ഐഡിയോളജി ഹാസ് പ്രൂവൺ ദാറ്റ് ദേ ആർ നോട്ട് സംതിങ് ദാറ്റ് എനിബഡി ഷുഡ് ടോളറേറ്റ്. ഈ ഹമാസിന്റെ ഈ അക്രമവും സ്ഥിരമായിട്ടുള്ള പ്രശ്നങ്ങളും കാരണമാണ് ഈ സൗദി അറേബ്യയും UAE-യും ഖത്തറും എല്ലാം ഈ അമേരിക്കയോടും ഇസ്രായേലിനോടും ചേർന്ന് നിൽക്കാൻ തയ്യാറാവുന്നത്. അപ്പൊ ഈ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന, എസ്പെഷ്യലി കേരളത്തിൽ, നോർത്തേൺ കേരളത്തിൽ നിന്ന് വരുന്ന മീഡിയയിലും ഒക്കെ ഉണ്ടായിരുന്ന ഇതൊരു മുസ്ലിങ്ങൾക്ക് എതിരാണെന്നുള്ളൊരു സംഭവം, വി ഹാവ് ടു കറക്റ്റ് ദാറ്റ്. ബിക്കോസ് വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്നത് പാലസ്തീനിയൻ ഓർഗനൈസേഷനാണ്. അവര് ഹമാസിന്റെ ശത്രുക്കളാണ്. നമ്മുടെ ഗാസ സ്ട്രിപ്പിൽ നിന്നും ഹമാസ് അവരെ പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പം അത് രണ്ടും മുസ്ലിംസ് തന്നെയാണ്, രണ്ടും മുസ്ലിം ഓർഗനൈസേഷൻസ് തന്നെയാണ്. അപ്പൊ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. പക്ഷെ ഹമാസ് പൂർണ്ണമായിട്ടും ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് മാറി അവര് അവിടെയുള്ള സാധാരണ ജനങ്ങളെ ഉപയോഗിച്ച് ഇസ്രായേലിനെയും അമേരിക്കയെയും മുട്ടുമടക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ വെസ്റ്റ് ബാങ്ക് ഒരു റീസണബിൾ ലെവലിൽ സെൽഫ് റൂള് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. സമാധാനമുണ്ട്, പിള്ളേർ സ്കൂളിൽ പോകുന്നുണ്ട്, അത്യാവശ്യം കാര്യങ്ങളോടെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു മോഡൽ ഒരുമാതിരി റീസണബിൾ ആയിട്ട് ഈ ഗാസ സ്ട്രിപ്പിൽ നടപ്പാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിനകത്തുള്ളൊരു ജാതീയമായിട്ടുള്ളൊരു പരിഗണന, അത് മിക്കവാറും ഇഗ്നോറൻസ് കൂടി ആൾക്കാരിൽ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പൊ വണ്ടടിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് സൗദി അറേബ്യയും UAE-യും ഖത്തറും എല്ലാം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കൂടെ കൂടുന്നത്. ബിക്കോസ് അവർ ജാതീയമായിട്ട് മാത്രമാണ് ചിന്തിക്കുന്നത്. ഇത്ര നാളും ആർഗ്യുമെന്റ് പരത്തിക്കൊണ്ടിരുന്നവർ. നമ്മളിത് കാണേണ്ടത് ഈ വെസ്റ്റ് ബാങ്കിലുള്ളവരും ഗാസ സ്ട്രിപ്പിലുള്ളവരും മുസ്ലിങ്ങളാണ്, എല്ലാം സുന്നി മുസ്ലിങ്ങളാണ്. ഈ ഗാസ സ്ട്രിപ്പിലുള്ള ഹമാസ് ഈ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന പലസ്തീനിയൻ ഓർഗനൈസേഷൻ ഫത്തയെ പുറത്താക്കി, വയലൻസിൽ കൂടി തന്നെ പുറത്താക്കിയിട്ടാണ് അവിടെ ഭരണം. ആ കാര്യം ഇപ്പൊ പറ്റീഷ പറഞ്ഞ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇതിപ്പോ ആരുമായിട്ടാണ് ഈ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. കാരണം ആ ഒരു കാര്യത്തിൽ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് ആരുമായിട്ടും ഒരു ചർച്ച നടക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് കൃത്യമായിട്ട് ഇസ്രായേൽ ഓൾറെഡി ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ച് സംസാരിച്ചു. അത് ട്രംപിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആയിരിക്കും. അദ്ദേഹത്തിന്റെ താല്പര്യത്തിൽ ഖത്തറും US-ഉം ഇസ്രായേലും അടങ്ങുന്ന ഒരു കോർഡിനേഷൻ കമ്മിറ്റി ആയിരിക്കും ഇതിന്റെ പരിപാടികളെ. അതുപോലെ തന്നെ കൃത്യമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഒരു കാര്യം കൂടെയുണ്ട്. കാരണം അത് ഹമാസുമായിട്ടൊരു ചർച്ചയില്ല. ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഗാസ സ്ട്രിപ്പ് ഭരിക്കാൻ പോകുന്നതിന്റെ അകത്ത് പാലസ്തീൻ അതോറിറ്റി പാലസ്തീൻ അതോറിറ്റി ഇല്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്റെ അകത്ത് ഇപ്പം വെസ്റ്റ് ബാങ്കിൽ കുറച്ചുകൂടെ നല്ല അഡ്മിനിസ്ട്രേഷൻ, ഈ ഹമാസ് എന്ന് പറയുന്നത് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്. അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അവർ ഈ ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിറ്റിക്ക് ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഇപ്പോഴും ഗാസയിൽ നിലനിൽക്കുന്ന ആൾക്കാർക്ക് ഹമാസിനോട് ഒരു വിധേയത്വമുണ്ട്. ആ അതാണ് പട്ടീഷ് പറഞ്ഞതുപോലെ, ഭയമാണ് അതിനുള്ള റീസൺ. ഹമാസിനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരെല്ലാം സെയിം ആൾക്കാരാണ്, എല്ലാം പാലസ്തീനിയൻ പീപ്പിൾ. ഹമാസിനെ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. അവർ ഞങ്ങളെ ഹോസ്റ്റേജ് ആയിട്ട് എടുത്ത് വെക്കാൻ പോകുന്നില്ല. അവർ കംപ്ലീറ്റ്ലി അവരുടെ മിലിറ്ററി പവർ തീർന്നു. അവർക്ക് ഇനി ആംസ് കിട്ടാനില്ല, അവർക്ക് ഇനി ഇറാനിൽ നിന്ന് മണി കിട്ടാനില്ല. അത് ഓൾറെഡി തീർന്നു. അതാണ് ഇതിന്റെ എല്ലാം തുടക്കം. ഇറാനിൽ ബോംബിട്ട് ഇറാന്റെ ന്യൂക്ലിയർ പവറും തീർത്തു, ഇറാനെ ഒതുക്കിയതാണ് ഇതിന്റെ തുടക്കം. ഇതൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലോങ് ടൈം പ്ലാനിൽ കൂടിയാണ് ഇത് വരുന്നത്. ഇറാൻ പവർഫുൾ ആയിട്ടിരുന്നാൽ ഇതൊന്നും നടക്കില്ല. സോ ഇറാൻ ഇപ്പം പവർലെസ് ആണ്, ഇറാനിൽ ആരും ഇല്ല, ലീഡർഷിപ്പ് ഈസ് ഓൾ ഗോൺ. അപ്പൊ അതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത് തന്നെ. അതൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള നെതന്യാഹുവും ട്രംപും കൂടിയുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനിടയ്ക്ക് നെതന്യാഹുവിന് ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം, പതുക്കെ ഈ വാറിങ്ങനെ മൂത്ത് നിൽക്കുന്ന സമയത്ത് ഗാസ സ്ട്രിപ്പിനെയും കൂടി നമ്മളൊക്കെ കൊണ്ട് സ്വന്തമാക്കിയേക്കാം,
ഇസ്രായേലിന്റെ ഒരു പാർട്ടാക്കിയേക്കാം എന്നുള്ള രീതിയിലൊരു പോക്ക് കണ്ടുകൊണ്ടാണ് ട്രംപ് തീർത്ത് പറഞ്ഞത് നോ വി ആർ നോട്ട് ഗോയിങ് ടു അലൗ ദാറ്റ്. അപ്പം അത് വളരെ ഓപ്പൺ ആയിട്ട് പുള്ളി അത് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരിക്കലും നെതന്യാഹു അതിന് ശ്രമിക്കില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇസ്രായേൽ സെക്യൂരിറ്റി കൊടുക്കുന്ന, ഇസ്രായേലും അമേരിക്കയും ലീഡർഷിപ്പ് കൊടുക്കുന്ന ഒരു ബോർഡായിരിക്കും ഇനി ഗാസ സ്ട്രിപ്പ് ഭരിക്കാൻ പോകുന്നത്. ഒരു നേഷൻ ബിൽഡിംഗ് തുടങ്ങുമ്പോൾ, നമ്മൾ അമേരിക്കയാണെങ്കിൽ പോലും അമേരിക്കയിൽ ഈ നേഷൻ ബിൽഡിംഗ് തുടങ്ങുമ്പോൾ ആരാണ് ഇംഗ്ലണ്ടിനോട് വാർ പ്രഖ്യാപിക്കേണ്ടത് എന്നുള്ള സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പൊ അവസാനം ഇതെല്ലാം കൂടി കൂടിയിരുന്ന ഒരു ചർച്ച നടത്തി ഉണ്ടാക്കുന്ന ഒരു ബോഡിയാണ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. അതിനകത്ത് തന്നെ ഒത്തിരി എതിരഭിപ്രായങ്ങളും പിന്നീട് ഒത്തിരി മാറ്റങ്ങളും വാർ തുടങ്ങിയ ശേഷം പല രണ്ടഭിപ്രായങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അമേരിക്കൻ ഇൻഡിപെൻഡൻസ് വാർ, ഐ ടോക്കിംഗ് അബൌട്ട് 1776. അപ്പൊ അതുപോലെ തന്നെ ഇതൊരു രാജ്യത്തിന്റെ തുടക്കമാണ്. ഈ ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്ന ഭാഗത്തെ ജനങ്ങളുടെ ഒരു രാഷ്ട്രം നിർമ്മാണം തുടങ്ങുകയാണ്. അപ്പൊ അതിനാ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും എല്ലാവരും അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നത് അവർക്ക് വേണ്ടപ്പെട്ട ഇപ്പോൾ ഒരു ജാതീയമായ പരിഗണന ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി കൂടുതൽ ആൾക്കാർ ആ ബോർഡിൽ ഉണ്ടാകാൻ പോകുന്നത് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് തന്നെ ആയിരിക്കും. സൗദി അറേബ്യ, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് തന്നെ ആയിരിക്കും അതിന്റെ കൂടുതൽ കൺട്രോൾ വരാൻ പോകുന്നത്. ഈവൻ ദോ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഇസ്രായേൽ ആണെന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി വി നോ security has to be provided by Israel because Israel is the most secured nation. Israel has the most capacity to defend against any other problems in the region. And plus, Israel is the only Jewish country. അപ്പോൾ ബാക്കി എല്ലാവരും കൂടി കൂടിയിട്ട് ഇനി ഈ രാജ്യത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല. ദാറ്റ് ഈസ് വൈ ഇസ്രായേൽ ഹാസ് ടു ഹാവ് സം സ്റ്റേക്ക്. അപ്പൊ അത് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പ്ലാനാണ്. ആർക്കും മണിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്ലാൻ ആയിട്ടാണ് എനിക്ക് ഇതിനെ കാണാൻ പറ്റുന്നത്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞതാണ് ഇസ്ലാമിക രാഷ്ട്രത്തില് തലവന്മാരിൽ പലരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള. പക്ഷെ ഈ ബോർഡില് അതായത് പീസ് ബോർഡ്, ഈ സമാധാന ബോർഡിന്റെ കീഴിൽ വരുന്നത് ഗാസയ്ക്കായിട്ട് ഈ ഒരു താൽക്കാലിക ഭരണ നേതൃത്വത്തിന് സജ്ജീകരണം ചെയ്യുന്നവരില് ടോണി ബ്ലെയർ അംഗമായിട്ടുണ്ട്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ട്രംപ് ആണ്. ഇതിൽ വന്നിരിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഇസ്രായേലും ഖത്തറും US ആണ്. ഇന്ന് ത്രികക്ഷി സംവിധാനമാണ്, അതായത് ഒരു ത്രികക്ഷി സംവിധാനത്തിൽ കൂടെയാണ് ആരംഭിക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ടോണി ബ്ലെയർ അതിൽ വന്നേക്കുവാണ് അംഗമായിട്ട്. ടോണി ബ്ലെയർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഫോർമർ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. പിന്നെ ഇതില് ഫോർമർ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് മാത്രമല്ല, അറിഞ്ഞുകൊണ്ട് ഇറാഖിന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പണൊന്നും ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഇറാഖ് വാറിന് പോകാൻ ജോർജ് ഡബ്ല്യു ബുഷിന്റെ കൂടെ മുമ്പിൽ നിന്ന ആളാണ്. എനിക്ക് അദ്ദേഹത്തിന് യാതൊരു രീതിയിലും വിശ്വാസമില്ല. അതാ ഞാൻ പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ പേര് കണ്ടപ്പോഴത്തേനും ഞാൻ അതാ പറഞ്ഞത്. ഞാനും കണ്ടിരിക്കും ഇങ്ങനത്തെ പേര് എവിടെ നിന്ന് വന്നു ഇപ്പൊ. അതെ, അപ്പൊ ടോണി ബ്ലെയറിന്റെ പേര് കണ്ടപ്പോഴത്തേനും ഞാൻ അത് ട്രംപിന്റെ പ്രപ്പോസൽ ആയിരുന്നു എന്ന് തോന്നുന്നു. ട്രംപാണ് അപ്പൊ പുള്ളി ട്രംപാണ് അധ്യക്ഷനായിട്ടുള്ളത് ഈ ഒരു സമാധാന ബോർഡ് എന്ന് പറഞ്ഞിട്ട്, ഒരു പീസ് ബോർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഈ ഒരു ഇത്രയും പേര് വന്ന കൂട്ടത്തില് ഈ ടോണി ബ്ലെയറും കൂടെ അതിലേക്ക് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ട്രംപിന്റെ ഈ ഒരു ഇതിലേക്ക് റെപ്രസെന്റേറ്റീവ് ആയിട്ട് വന്നതായിരിക്കാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് ഹമാസ് ഇത് നിരസിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ പൂർണ്ണ പിന്തുണ US-ന്റെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. നെതന്യാഹു സപ്പോർട്ട് ചെയ്തു, അതിനെ പൂർണ്ണമായിട്ടും പൂർണ്ണമായി പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇവര് ഹമാസ് ഇതിനെ എന്താ പറഞ്ഞ അവർ ചർച്ച ചെയ്യുന്നു, അതിനെ അവര് നോക്കിക്കണ്ട് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുമെന്നാണ് പറയുന്നതെന്നാണ് ഇപ്പൊ പറയുന്നത്. ബാക്കിയുള്ള ഇസ്ലാമിക, അതായത് അതിന്റെ ചുറ്റുപാടുമുള്ള ഇസ്ലാമിക കൺട്രികളെല്ലാം തന്നെയും ഭൂരിഭാഗം കൺട്രികളും ഇതിനെ അംഗീകരിക്കുന്ന തരത്തിലേക്ക് ഒരു 90% എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് തീരുമാനം വന്നിരിക്കുന്നത്. സോ ഇത് തോന്നുന്നത് ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണെന്നറിയോ? അതെ, പറഞ്ഞല്ലോ അംഗീകരിച്ചില്ല എങ്കിൽ അല്ല, പറഞ്ഞത് ഇസ്രായേലിനെ ഫുൾ സപ്പോർട്ട് എന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് ഈ ഇറാനിൽ സംഭവിച്ച അതേ കാര്യം സംഭവിക്കും. ഇറാനിലെ ആയത്തുള്ളക്കും ഉണ്ടായിരുന്ന ഈ ന്യൂക്ലിയർ പ്രോഗ്രാം വെച്ചുകൊണ്ട് ഒരു സമാധാന ഉടമ്പടിക്കുള്ള സ്കോപ്പ് പുള്ളി കൊടുത്തതാണ്. അത് പുള്ളി സൈൻ ഓൺ ചെയ്യാണ്ടിരുന്നത് കൊണ്ടാണ് പുള്ളി ഇസ്രായേലിനോട് പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്യുക, then we will come with B2 bomber and take care of the nuclear facility. ആ സെയിം ഫ്രീഡം ആണ് ഇസ്രായേലിന് വീണ്ടും കിട്ടാൻ പോകുന്നത്. ഇപ്പൊ ഇസ്രായേലിനെ അമേരിക്ക കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, പൂർണ്ണമായിട്ട് അനക്സ് ചെയ്തതെന്നും പറഞ്ഞു. പക്ഷേ ഇത് ഹമാസ് സൈൻ ചെയ്യാണ്ടിരിക്കുകയും വീണ്ടും ഇത് പ്രകോപനം ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ ഇസ്രായേലിന് വീണ്ടും പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുവാണ് എന്ത് വേണമെങ്കിലും ചെയ്തോളാനുള്ളത്. അങ്ങനെ ചെയ്തു കഴിയുമ്പോഴത്തേക്കും ഉടനെ സൗദിയിൽ നിന്നും ദോഹയിൽ നിന്നും ഓരോ സ്റ്റേറ്റ്മെന്റ് വരും ഇസ്രായേൽ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അവർക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇസ്രായേലിനെ എതിർത്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി ഈ ഒരു രാജ്യത്തിനും ഇല്ല. ഇസ്രായേലിനെ അമേരിക്കനോട് ഒന്നിച്ച് എതിർത്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ നാച്ചുറലി ഇസ്രായേൽ പറയുന്നത് എല്ലാം നടപ്പാകും. അപ്പൊ അതിന്റെ കൂടെ ചിലപ്പോൾ വെസ്റ്റ് ബാങ്ക് ഇതിന്റെ കൂടെ അനക്സ്ഡ് ആവാനും സാധ്യതയുണ്ട്.
അപ്പൊ പക്ഷെ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സമാധാന ഈ ഒരു കരാർ, ഇങ്ങനെ ഒരു സമാധാന കരാറിന് തന്നെ വാല്യൂ ഇല്ലാണ്ട് പോകുന്നില്ലേ? കാരണം അല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ഇല്ല, അതുകൊണ്ടാണ് വാല്യൂ ഹമാസും ഹമാസ് എന്ന് പറയുന്ന ഹമാസും പാലസ്തീനും പീപ്പിളും അതിന്റെ കൂടെ ഹമാസോ നിന്നാൽ കുഴപ്പമില്ല. പാലസ്തീൻ അതോറിറ്റിയോ ഇതിന്റെ അകത്തൊരു റോൾ അല്ലല്ലോ. അതായത് ഈ ഗാസയിലുള്ള പാലസ്തീനിലുള്ള ആൾക്കാരെ ഈ ഖത്തർ എന്ന് പറയുന്ന, അമേരിക്ക എന്ന് പറയുന്ന, ഇസ്രായേൽ എന്ന് പറയുന്ന ഈ സഖ്യം അവരാണ് ഇനി അവർക്ക് വേണ്ടി, കാരണം അവർ കംപ്ലീറ്റ് ഡിസ്പ്ലേസ് ചെയ്തു, അവർക്ക് ലീഡർഷിപ്പ് ഇല്ല. ആ ലീഡർഷിപ്പിനെ ഒരു പൊതുജന താല്പര്യപ്രകാരം, അതായത് ലോക ജനങ്ങളുടെ താല്പര്യപ്രകാരം അവർക്ക്, കാരണം അവർക്കിപ്പോ എങ്ങനെയെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാകണം. അവർക്ക് ഹമാസിനോട് ഇപ്പൊ ഭയത്തോടു കൂടിയുള്ള ഒരു വെറുപ്പാണെങ്കിലും അനുകൂല്യമാണെങ്കിലും അവർക്ക് ഇതൊക്കെ സഹിച്ച്, അതായത് ഒരു പരമ ദാരിദ്ര്യത്തിന്റെ മുന്നിലാണ് അവർ നിൽക്കുന്നത്, സഹനത്തിന്റെ മാക്സിമം സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പൊ അവർക്ക് എങ്ങനെയെങ്കിലും സൊല്യൂഷൻ ഉണ്ടായേ പറ്റുള്ളൂ. ആ സൊല്യൂഷനിലേക്ക് ഇവരെ എത്തിക്കുകയാണ്. ഇനിയിപ്പോ ഹമാസിന് അവര് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള, അല്ലെ ഇത് എഗ്രി ചെയ്യാനുള്ള, അവരെ ഡിസാം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഖത്തറിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പണിയും കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഖത്തർ മാത്രമല്ല, ഈ അറബ് രാജ്യങ്ങൾക്കെല്ലാം ഇതിന് മുന്നിട്ട് ഇറങ്ങേണ്ട കാര്യം വരും. അതിന്റെ കൂടെ തന്നെ ഞാനിപ്പോ ചിന്തിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ഇപ്പൊ ഈ പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് പാലസ്തീൻ എന്ന രാജ്യത്തിനെ എന്താ പറയാ, പാലസ്തീൻ രാജ്യത്തിനെ അക്സെപ്റ്റ് ചെയ്ത കുറെ നാടുകൾ ഇപ്പൊ ഉണ്ടായല്ലോ. ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞ് അവരൊക്കെ എന്ത് ചെയ്യുമെന്ന് ഞാനിപ്പോ പെട്ടെന്ന് ആലോചിച്ചത്. അല്ലല്ല, അതിപ്പം ഓൾറെഡി അമേരിക്ക ഒരു തീരുമാനം എടുത്തു, ഇസ്രായേൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനപ്പുറം ഒന്നും പറയാൻ പറ്റുന്ന രാജ്യങ്ങളൊന്നും യൂറോപ്യൻ രാജ്യങ്ങളൊന്നുമില്ല. അമേരിക്കയുടെ തീരുമാനത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കൂടാതെ തന്നെ ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തെ ഞങ്ങൾ അംഗീകരിച്ചു എന്ന് ആദ്യം പ്രസ്താവന ഇറക്കിയ രാജ്യങ്ങളിലൊന്നായ ഇംഗ്ലണ്ടിന് ഓൾറെഡി തന്നെ പണി കിട്ടി. പറഞ്ഞു തരുന്നതിന് മുമ്പ് തന്നെ പാലസ്തീൻ അതോറിറ്റി അവർ ഓൾറെഡി 2 ട്രില്യൺ പൗണ്ട് നഷ്ടപരിഹാരം തരണമെന്ന് ചോദിച്ചു കഴിഞ്ഞു. അതിനുശേഷം ആ സ്പീഡ് അങ്ങ് കുറഞ്ഞു. മറ്റത് ഒരു 5-6 രാജ്യങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് ഫ്രാൻസ്, സ്പെയിൻ എല്ലാം ഒരു താല്പര്യം അവര് പാലസ്തീനെ അംഗീകരിച്ചതാണ്. ഈ രീതിയിലുള്ള ചോദ്യങ്ങളും അല്ലെ അവകാശവാദങ്ങളുമായിട്ട് ഇവർ മുന്നോട്ട് വരുമെന്ന് കണ്ടതോടുകൂടി അതിന്റെ സ്പീഡ് കുറഞ്ഞു. കാരണം അംഗീകരിച്ച് തീർന്നില്ല. അതിനു മുമ്പ് തന്നെ 2 ട്രില്യൺ ഇപ്പം ബ്രിട്ടന് കൊടുക്കാൻ പറ്റുന്ന ഒരു അവരുടെ ഒരു പരിധിക്ക് പോലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതിഫലമാണ് പാലസ്തീൻ അതോറിറ്റി ചോദിച്ചു കളഞ്ഞത്. ഞങ്ങൾ ഇത്രയും ഡിസ്പ്ലേസ് ചെയ്തതിനുള്ള കൂലിയായിട്ട് നിങ്ങൾ ഇത് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതോടുകൂടി ആ ചർച്ച തന്നെ നിന്നുപോയല്ലോ. അപ്പൊ പൊതുവെ ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പം ഇസ്രായേൽ തീരുമാനിക്കുന്ന അടുത്ത് തന്നെ ഈ കാര്യങ്ങൾ കൊണ്ടുപോയി എത്തുന്ന ഒരു കാര്യമാണ്. അതിന്റെ കൂടെ ആ ഒരു പത്രസമ്മേളനത്തില് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന്റെ കുറച്ച് അവകാശവാദങ്ങളും വീരവാദങ്ങളും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. കാരണം അത് ഞാൻ മാത്രമാണ് ഇത് ചെയ്തത്, എന്നെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ട്രംപിനെ എത്രമാത്രം പ്ലീസ് ചെയ്യാൻ പറ്റുമോ അത്രയും നന്ദിയും സപ്പോർട്ടും എല്ലാം എനിക്ക് തോന്നുന്നു നെതന്യാഹുവിന്റെ ഒരു 15 മിനിറ്റ് സ്പീച്ചിന്റെ അകത്ത് അദ്ദേഹം ഒരു 25 തവണയെങ്കിലും ട്രംപിനെ നന്ദി പറഞ്ഞിട്ടുണ്ട്. ട്രംപാണ് മഹാൻ എന്ന് പറയുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അതുകൂടെ പറയാതിരിക്കാൻ പറ്റിയല്ല. അതുപോലെ തന്നെ പക്ഷേ അമേരിക്കയുടെ ചരിത്രം ഇപ്പം ഈ ട്രംപ് വന്നതിന് ശേഷമാണ് അമേരിക്കയുടെ ചരിത്രം തുടങ്ങിയെന്നും ഇസ്രായേലിന് പ്രശ്നം ഉണ്ടായതെന്നും ഉള്ള ഒരു അവകാശവാദം കൂടി നമ്മുടെ പ്രസിഡന്റ് നടത്തി. അതൊരു അനൗചിത്യമായി പോയി എന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു നെഗോഷിയേഷൻ നടക്കേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമാണ്. അതിനുവേണ്ടി അതിന്റെ എല്ലാ ആവശ്യം, ഇപ്പം നോബൽ പ്രൈസിലേക്കുള്ള ഒരു വഴി കൂടെ അടുത്ത് ഇതിനൊരു സമാധാനം ഉണ്ടാക്കുക എന്നുള്ളത് അതിന്റെ വഴിയാണെങ്കിൽ കൂടിയും പ്രസിഡന്റിന് ആ ഒരു വഴിയും കൂടെ തുറന്നു കിട്ടി എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്, അല്ലെ? അല്ല, ഞാനിപ്പോ നമ്മളിപ്പോ ഈ ട്രംപിനെ പറ്റി ആൾക്കാർ പറയുന്നത് ട്രംപിന്റെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു ഖാവോസിന്റെ ഉള്ളിൽ പുള്ളിക്കുള്ള ഒരു മെത്തേഡ് ഇൻ ദ മാഡ്നെസ്, അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതായത് സാധാരണ ആൾക്കാർ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ അല്ല പുള്ളി ഓപ്പറേറ്റ് ചെയ്യുന്നത്. പുള്ളി പറഞ്ഞു ഞാൻ ഫുൾ ആയിട്ട് ഇസ്രായേലിന്റെ പുറകെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം ഉണ്ടാക്കിയിരിക്കുന്ന രീതിയിൽ ഹമാസ് കൂടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം പുള്ളി പറഞ്ഞു വെസ്റ്റ് ബാങ്ക് ഹാസ് ടു റിമെയിൻ സെപ്പറേറ്റ്, വിൽ ഓൾവേസ് ബി സെപ്പറേറ്റ് എന്ന് പറഞ്ഞു. ഇസ്രായേലിന്റെ പാർട്ട് ആവില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതെല്ലാം കണ്ടീഷനിലാണ്. ഇഫ് യു വാച്ച് ദ ഹോൾ തിങ്, അതായത് ഹമാസ് സൈൻ ചെയ്താലേ ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. ഹമാസ് സൈൻ ചെയ്യില്ല, ഹമാസ് എഗ്രി ചെയ്യുന്നില്ല, പാലസ്തീനിയൻ പീപ്പിൾ ഹമാസിന്റെ കൂടെ നിൽക്കാൻ പോവുകയാണെങ്കിൽ ഇതൊന്നും പിന്നെ വാലിഡ് അല്ല. അതുപോലെ പുള്ളി പറഞ്ഞു 2 ആഴ്ചക്കുള്ളിൽ ഞാൻ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു. എല്ലാവരും മനസ്സിലാക്കിയത് 2 ആഴ്ച കൂടി ഇറാന് സമയം കൊടുക്കുന്നു എന്നാണ് എല്ലാവരും മനസ്സിലാക്കിയത്. 3-ാം ദിവസം പുള്ളി ബോംബ് ചെയ്തു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോഴ്സ് ഉപയോഗിക്കാൻ എനിക്ക് മടിയില്ല, അറ്റ് ദ സെയിം ടൈം ഫോഴ്സ് അല്ല എന്റെ ആഗ്രഹം. ഇതാണ് ട്രംപിന്റെ ഒരു മെത്തേഡ്. അപ്പൊ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും ഇല്ല. പുള്ളിയുടെ വീരവാദങ്ങളെല്ലാം സത്യത്തിൽ ശരി തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഈ പ്രോബ്ലം 40-50 കൊല്ലമായിട്ട് ഇത്രയും വളർന്നിട്ടും ഇതിനെ ഫേം ആയിട്ടൊരു ഡീൽ ചെയ്യാനോ ഒരു ആക്ഷൻ എടുക്കാനോ ഇതുവരെ ഒരു അമേരിക്കൻ പ്രസിഡന്റിന് സാധിച്ചിട്ടില്ലോ. ജെറൂസലേം എംബസി മാറ്റി സ്ഥാപിക്കാൻ സാധിച്ചോ? പുള്ളി 1 ആഴ്ച കൊണ്ട് ചെയ്തില്ലേ? അപ്പോ ഇതെല്ലാം എനിക്ക് ട്രംപിനോടുള്ള ആരാധന കൊണ്ട് പറയുമല്ല. ഒരു ലീഡർക്ക് വേണ്ട അസർട്ടീവ്നെസ് ആൻഡ് ഡിസിസീവ്നെസ് അത് ട്രംപിനുണ്ട്.
ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിക്കില്ലേ, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, നേതൃത്വ പാഠവും അത് എന്തൊക്കെയാ വേണ്ടത്? ഡിസിസീവ്നെസ്, തീരുമാനം എടുക്കാനുള്ള കഴിവ്, അതിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ്, നടപ്പാക്കാനുള്ള കഴിവ്. ഇതൊന്നും ഇല്ലാത്തവരാണ് നമ്മൾ ഇതൊന്നും ലീഡർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അത് ബൈഡൻ ആയാലും ജോർജ് ഡബ്ല്യു ബുഷ് ആയാലും. ഇപ്പൊ നമ്മൾ ടോണി ബ്ലെയറിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. ഇപ്പൊ ടോണി ബ്ലെയറിന് എന്തുകൊണ്ട് പുള്ളി ജോർജ് ബുഷിന്റെ കൂടെ ഒരു മെനസായിരുന്നു, ആവശ്യമില്ലാത്തൊരു വാർ പുള്ളി ഉണ്ടാക്കി. ആ സെയിം പേടി എനിക്കില്ല ട്രംപിന്റെ കൂടെ. ബിക്കോസ് ട്രംപാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഫൈനലി ദർ ഇസ് എ ലീഡർ. അതിന്റെ ടോണി ബ്ലെയർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജോർജ് ബുഷിന് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പുള്ളിക്ക് ഡിക്ഷണറി പറയണത് എന്താന്ന് കേൾക്കണം. ഷെനിനോട് ചോദിച്ചിട്ടേ പുള്ളിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പുള്ളിക്ക് അറിയാൻ പാടില്ലായിരുന്നു അവിടെ ന്യൂക്ലിയർ വെപ്പൺ ഇല്ല എന്നുള്ളത്. ടോണി ബ്ലെയറിനും ഡിക്ഷണിക്കും അറിയാമായിരുന്നു അവിടെ ന്യൂക്ലിയർ വെപ്പൺ ഇല്ല എന്നുള്ളത്. അപ്പൊ ഇതെന്ന് വെച്ചാൽ ലീഡർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇപ്പൊ നമുക്ക് അമേരിക്കയിൽ ഒരു തോന്നലുണ്ട്, അമേരിക്കയിൽ പ്രസിഡന്റ് ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇത്രയും നാൾ നമ്മൾ വിടുന്ന ഡീപ് സ്റ്റേറ്റ് ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് തന്നെയാണ്. ശരിയാണ്, അതിൽ പൊങ്ങച്ചമായിട്ടൊക്കെ നമുക്ക് തോന്നും. പ്രത്യേകിച്ചും മലയാളിനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ പൊതുവെ ആൾക്കാരുടെ നേട്ടങ്ങൾ അംഗീകരിക്കുന്നതിലും നമ്മൾ ആൾക്കാരുടെ കുഴപ്പങ്ങളാണ് നമ്മൾ സാധാരണ ഫോക്കസ് ചെയ്യാറുള്ളത്, പ്രത്യേകിച്ച് മീഡിയയൊക്കെ. ഇപ്പൊ മോഡി ഒന്ന് നല്ല കാര്യം ചെയ്ത ഉടനെ മോഡിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇപ്പം പിണറായി വിജയൻ എന്ത് ചെയ്താലും പിണറായി വിജയനെ കമ്മ്യൂണിസ്റ്റും സോഷ്യലിസ്റ്റും ആയതുകൊണ്ട് മാർക്സിസ്റ്റുകാരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈഴവ കമ്മ്യൂണിറ്റി പുള്ളിയുടെ പുറകെ ഉറച്ചു നിൽക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവരെപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്യുന്നു. ഇതിനു വേണ്ടി അവരുടെ ബിസിനസിന് വേണ്ടി പുള്ളി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. അവർക്ക് ജീവിതം രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അവർ പുള്ളിനെ സപ്പോർട്ട് ചെയ്യും. വൈ? ബിക്കോസ് ദേ ആർ സപ്പോസ് ടു ബി മാർക്സിസ്റ്റ്. വൈ? ദേ ഡോണ്ട് നോ. അപ്പൊ ഇതെന്ന് വെച്ചാൽ നമ്മൾ ലീഡർഷിപ്പ്, ഒരു വ്യക്തിക്ക് പവറുണ്ട്. ഞാൻ ഈ മനുഷ്യരിലൊന്നും തിന്മ കാണാത്ത ഒരാളാണ്. ഈ ലീഡർമാർക്കെല്ലാം അവർക്ക് ഫുൾ ആയിട്ടുള്ള പവർ കിട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാവരും ഈ എല്ലാ ജനങ്ങളുടെയും എല്ലാ ജാതിയുടെയും എല്ലാ മതത്തിന്റെയും കാര്യങ്ങളെല്ലാം ടേക്ക് കെയർ ചെയ്യാൻ ആഗ്രഹമുള്ള നല്ല മനസ്സിനുടമകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതിനവർക്ക് പറ്റാതെ പോകുന്നത് ഈ ട്രംപിനുള്ള പോലെ ചില ക്വാളിറ്റീസ് ഇല്ലാത്തതുകൊണ്ടാണ്. അത് ഡിസിസീവ്നെസ്സും അതിൽ ഉറച്ചു നിൽക്കലും. നമ്മുടെ കയ്യിൽ പവർ ഉള്ളപ്പോൾ, പവർ ഇല്ലാതെ കയറി ചുമ്മാ നമ്മൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ മോഡി പോയി ചൈനയുടെ കൂടെയും റഷ്യയുടെ കൂടെയും ഫോട്ടോ എടുക്കുന്ന പോലെ പവർ വേണം. യു ഹാവ് ടു ഹാവ് ദ പവർ. പറയുന്നത് ബാക്കപ്പ് ചെയ്യാൻ പറ്റണം. അത് അമേരിക്കയ്ക്കുണ്ട്. അത് ട്രംപ് ഉണ്ടാക്കിയതല്ല. അത് അമേരിക്ക വർഷാവർഷങ്ങളായിട്ട് ഉണ്ടാക്കിയ പവറാണ്. പക്ഷെ പവർ ഉപയോഗിക്കാൻ കഴിവുള്ള ഒരു ലീഡർ കിട്ടിയപ്പോൾ അമേരിക്കയ്ക്ക് അതിൻ്റെതായിട്ടുള്ള സ്റ്റാറ്റസ് കാണിക്കാൻ പറ്റി. ഈ കഴിഞ്ഞ ഷോർട്ട് പീരീഡിൽ ഞാൻ കാണുന്നത് അത് ചെയ്യുന്ന ഒരാൾ ട്രംപ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റേത് ആവശ്യമില്ലാത്ത വാറിന് പോയതുകൊണ്ടാണ് പുള്ളി എല്ലാവരുടെയും ശത്രുവായിട്ട് മാറിയത്, അമേരിക്കക്കാരുടെ ഉൾപ്പെടെ. ബുഷ് ആവശ്യമില്ലാത്തൊരു വാർ, അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് സമാധാനപരമായിരുന്ന ഒരു റീജിയൻ അത് മൊത്തം പോയി ഒരു ഈ ഗാസയിലെ ജനങ്ങളുടെ ഒരു മനസ്ഥിതി അറിയണമെങ്കിൽ ഈ റോസ്കംബ് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ, അതായത് ഈ യുദ്ധം നടക്കുന്ന ഗാസ സ്ട്രിപ്പിലും ഇസ്രായേലിലും ഒക്കെ പോയെടുത്ത ഒരു റിപ്പോർട്ടിംഗ് ഉണ്ട്. വളരെ ലൈവായിട്ട് എടുത്ത ഒരു റിപ്പോർട്ടിംഗ് ആണ്. അതിനകത്ത് അദ്ദേഹം ഒരു ഇസ്രായേലിൽ 36 വർഷം ജോലിയെടുത്ത ഒരു പാലസ്തീൻകാരൻ. പക്ഷെ അദ്ദേഹം പോലും പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് തന്നെ അയാൾ ഹമാസിനൊപ്പമാണ്. എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇസ്രായേൽ ഇങ്ങനെ ഞങ്ങളെ ദ്രോഹിക്കുന്നത്? കാരണം ഇസ്രായേൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അവിടെ പോലും ഹമാസ് ഇസ്രായേലിനെ പോലെ പവർഫുൾ ആണ് ഹമാസ്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള യുദ്ധത്തിൽ ഹമാസിനെ തോൽപ്പിക്കാൻ പറ്റിയാൽ ആരും തോക്കിയല്ല, ഞങ്ങൾ കഷ്ടപ്പെടുമെന്നുള്ള ഒരു ദയനീയമായ ഒരു ഭാവത്തിലാണ് അദ്ദേഹം പറയണത്. കാരണം ഇത്രയും വർഷം ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഒരു ഗാസക്കാരൻ. അപ്പൊ ഇവരുടെയൊക്കെ ഒരു മനസ്ഥിതി, അല്ലെങ്കിൽ ഇവരൊക്കെ ഈ രാജ്യത്തെ കാണുന്നത്, ഈ ഹമാസിനെ കാണുന്ന ഒരു കാഴ്ചപ്പാട് നമ്മൾ പുറത്തു നിന്ന് കാണുന്ന പോലെയല്ല. അപ്പം എനിവേ നെതന്യാഹു ആ പ്രസ് മീറ്റ് അവസാനിപ്പിച്ചപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു. അതായത് ഇപ്പൊ അമേരിക്ക വളരെ കാര്യമായിട്ട് ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടി അതായത് ബൈബിളിന്റെ ഒരു വാക്കും കൂടെ കൂട്ടി ചെയ്തിട്ടാണ് ആ പത്രസമ്മേളനം അവസാനിപ്പിച്ചത്. അതായത് ഞങ്ങളെ ഈ ബൈബിളിൽ പറയുന്ന പോലെ ഞങ്ങളെ ബ്ലെസ് ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങൾ അതുപോലെ തന്നെ തിരിച്ച് സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഞങ്ങളെ കേഴ്സ് ചെയ്യുന്നവരെ ഞങ്ങൾ ഇതൊന്നും മറക്കുകയില്ല. ഞങ്ങൾ ഒക്ടോബർ 7 മറന്നിട്ടില്ല. ഞങ്ങളെ ഉപദ്രവിക്കുന്നത് ഞങ്ങളുടെ കൂടെ ഇപ്പൊ നിൽക്കുന്നവർക്ക് ഞങ്ങൾ അതുപോലെ അനുഗ്രഹം ചൊരിയും എന്നുള്ളതൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് എനിവേ നെതന്യാഹു അത് നടത്തി. കാരണം അതിൻ്റെ അകത്തൊരു ത്രെട്ടും കൂടെയുണ്ട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ കൂടെ നിന്നോ, ഇപ്പൊ ഞങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ പ്രതികാരവും ഞങ്ങൾ തീർക്കാനൊരു സമയം ഉണ്ടാവും എന്ന് പറഞ്ഞാണ് ആ ഒരു പത്രസമ്മേളനം അവസാനിപ്പിച്ചത്. എനിവേ ഗാസയുടെ കാര്യത്തിൽ, പാലസ്തീന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എന്നാണെങ്കിലും വളരെ കൃത്യമായിട്ട് ഒരു തീരുമാനം UN-ന്റെ ഒരു ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട് ഖത്തറുമായിട്ട്. അതായത് നെഗോഷിയേഷൻ നടത്തേണ്ട ഒരു പ്ലാറ്റ്ഫോം, അതിന്റെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഖത്തറാണ്. ആ രാജ്യത്തിലെ പ്രൈം മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു, ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. അങ്ങനെ ഇനിയും നമുക്ക് അവിടെ ഒരു സമാധാനം പുലരുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.